നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കുട്ടികളുടെ ഉള്ളിലേക്ക് നിങ്ങൾ ഒരു വിഷം കുത്തിവെക്കുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. വടക്കൻ സെൽഫി എന്ന് പറയുന്ന ഒരു ഫിലിമിനകത്ത് ഒരു ഡയലോഗ് ഉണ്ട്. അതായത്, നിന്നെ കണ്ടുപടി നിന്റെ കാല് കഴുകി വെള്ളം കുടിയെന്ന് കേട്ട് കേട്ട് ഞാൻ മടുത്തു. കമ്പാരിസനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ കുട്ടികളെ വേറൊരു കുട്ടീനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ശരിക്കും അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ആ കുട്ടീനെ കണ്ട് കുട്ടി മോട്ടിവേറ്റഡ് ആയിട്ട് നല്ലൊരു പിള്ളയായിട്ട് വരുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളുടെ സീനിയർ നിങ്ങളുടെ കൊളീഗിനെ വെച്ചിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ ഫീലിംഗ് ആണോ വരുന്നത്? നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും അവരോട് ദേഷ്യവും മനസ്സ് ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യില്ലേ? ഇതിനേക്കാളും അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഫോമിലായിരിക്കും നമ്മുടെ കുട്ടിയുടെ ഉള്ളിലേക്ക് വരുന്നത്. സ്ഫടികത്തിന്റെ അകത്ത് കണ്ടിട്ടില്ലേ ആ കുട്ടീനെ കോമ്പസ് വെച്ച് കുത്തുന്നത്? ഇത് തന്നെ. കാരണം നമ്മുടെ കുട്ടികൾക്ക് തെറ്റ് ചെയ്ത് ശരി ചെയ്തെന്ന് ചിന്തിക്കാനുള്ള ഒരു കഴിവൊന്നുമില്ല. നമ്മൾ അറിയാതെ അവരുടെ ഉള്ളിലേക്ക് ഒരു വൈരാഗ്യം വിട്ടുകൊടുക്കുകയാണ് കുട്ടിയോട്, മറ്റൊരു കുട്ടിയോട്. ഇവിടെ ആ ഇമോഷനെക്കാളും ഉപരി വേറൊരു ഇമോഷൻ ഉണ്ട്, അതായത് ഡിസപ്പോയിന്റ്മെന്റ്, സാഡ്നെസ്. കാരണം അവർ വിചാരിക്കുന്നത് am I not enough, ഞാൻ നല്ലതല്ല, അല്ലെങ്കിൽ എന്റെ അച്ഛനും അമ്മയ്ക്കും ആ കുട്ടി ജനിച്ചിരുന്നെങ്കിൽ മേ ബി അവർ പ്രൗഡായിട്ട് ഫീൽ ചെയ്തേനെ എന്നൊക്കെയുള്ള ഒരു തോട്ടും കൂടെ ഇതിന്റെ ഇടയ്ക്കുണ്ട്. ഇതിന്റെ ഇന്റൻസിറ്റി പല കുട്ടികൾക്കും വേരി ചെയ്യുമെങ്കിൽ പോലും ഇത് സെയിം കൈൻഡ് ഓഫ് ഫീലിങ്സ് ആണ് ഇവരുടെ മനസ്സിലെല്ലാം വരുന്നത്. നിങ്ങൾ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ അറിയാതെ ചിലപ്പോൾ നല്ല രീതിയിൽ അല്ലെങ്കിൽ നല്ലതാകാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ഇങ്ങനെ പറയുന്നത്. നമ്മുടെ കുട്ടികളെ ക്ലാസ് ഫസ്റ്റ് ആയിട്ടോ റാങ്ക് ഹോൾഡർ ആയിട്ടോ ഒക്കെ വളർത്തുന്നതിനേക്കാൾ ഉപരി അവരെ ലൈഫിൽ ജീവിക്കാനായിട്ട് പഠിപ്പിക്കുക, അല്ലെങ്കിൽ ഒരുപാട് മോറൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. എന്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ എനിക്ക് ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് തന്ന ഒരു കേസ് ഉണ്ട്. ഒരു അച്ഛനും മകളും എൻ്റെ അടുത്ത് വന്നു, കുറെ കാര്യങ്ങൾ സംസാരിച്ചു. കൗൺസിലിങ്ങിനെ പറ്റിയിട്ട് തന്നെയായിരുന്നു ഡിസ്കഷൻസ് മൊത്തവും. ഇതില് ഈ പേരന്റ്, അതായത് ഈ അച്ഛൻ മകളുടെ മുഖത്ത് നോക്കി പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, നീ കാരണം, നീ എനിക്ക് ഒരു ഉപയോഗവും ഇല്ലാത്തത് കാരണം ഞാൻ ഇനി വേറൊരു കുട്ടിക്ക് വേണ്ടി ട്രൈ ചെയ്യുകയാണ്. 12 വയസ്സുള്ള കൊച്ചിന്റെ മുഖത്ത് നോക്കിയിട്ട് ഇയാൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് അയാളുടെ ശരിക്കും എന്തിനൊരു അച്ഛനായി എന്ന ഒരു തോന്നലാണ് എനിക്ക് സത്യത്തിൽ മനസ്സിൽ വന്നത്. അല്ലാതെ ഒരു രീതിയിലും എനിക്ക് അയാളോട് വേറൊന്നും തോന്നിയില്ല. പിന്നീട് ഞാൻ വിളിച്ചെന്ന് പറഞ്ഞു, നിങ്ങൾ ചെയ്തത് തെറ്റാണ് എന്നുള്ളത്. കാരണം ഇങ്ങനെ പറഞ്ഞപ്പോ ആ കുട്ടി എന്നെ നോക്കിയിട്ട് ഒരു സഹതാപത്തോടെയുള്ള ഒരു ചിരി ചിരിച്ചത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ള ഒരു കാര്യമാണ്. നമ്മുടെ കുട്ടികളെ ഒരിക്കലും നിങ്ങൾ എക്സ്പെക്ടേഷൻ കൊടുത്ത് വളർത്താൻ പാടില്ല. നിങ്ങളുടെ ഐഡിയാസ് വെച്ചിട്ടല്ല നിങ്ങളുടെ കുഞ്ഞു വളരേണ്ടത്. കുഞ്ഞുങ്ങൾ ഇൻഡിവിജ്വൽ ആണ്. നിങ്ങളുടെ തന്നെ 2 കുട്ടികളും 2 ഡിഫറെന്റ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങളുള്ള കുട്ടികളായിരിക്കും. 2 രീതിയിലുള്ള ഇഷ്ടങ്ങളും 2 രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഒക്കെയുള്ള 2 വ്യക്തികളെ പോലും നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ മറ്റൊരു കൊച്ചിനെ വെച്ച് കമ്പയർ ചെയ്യുന്നത്? അവരെ ഒരു നല്ല ഹ്യൂമൻ ബീങ് ആയിട്ട് വളർത്തുവാണെങ്കിൽ സമൂഹത്തിനെങ്കിലും ഉപകാരമുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് അപ്പുറത്തെ സിന്ധുവിന്റെയും മഞ്ജുവിന്റെയും മക്കളെ പറ്റിയിട്ട് പറയാതെ നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങളൊന്ന് നോക്ക്. അവർക്ക് എന്തുമാത്രം പ്രഷ്യസ് ആയിട്ടുള്ള ടാലന്റ് ഉണ്ടെന്ന് നോക്ക്. അതിനെ നിങ്ങൾ പോളിഷ് ചെയ്തെടുത്ത് നല്ലപോലെ മുന്നോട്ട് കൊണ്ടുവരും. നല്ല രീതിയിൽ നിങ്ങളുടെ കുട്ടികൾ മിടുക്കരായിട്ട് വളരും. മറ്റുള്ളവരുടെ കുട്ടികളോടും നിങ്ങളോടും മക്കൾക്ക് സ്നേഹം മാത്രമേ തോന്നുള്ളൂ. സോ